വിവാദ ഹെലികോപ്റ്റർ യാത്രയിൽ മുഖ്യമന്ത്രിയെ വിടാതെ പ്രതിപക്ഷം. പുറത്തു പറയാനാകാത്ത എന്ത് ഡീലിനായാണ് മുഖ്യമന്ത്രി ഹെലികോപ്റ്റർ യാത്ര നടത്തിയതെന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ചോദിച്ചത്. ആരെയാണ് കാണാൻ പോയതെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്ന് മുൻമന്ത്രി P രാജീവും ആവശ്യപ്പെട്ടു. നിക്ഷേപക് ഗ്രൂപ്പ് ഏതാണെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്നായിരുന്നു CPM നേതാവ് MP രാജേഷിന്റെ പ്രതികരണം. ആശുപത്രിയിൽ കിടക്കുന്ന ഭാര്യാപിതാവിനെ കാണാൻ മുഖ്യമന്ത്രി ഈ സമയത്ത് ഹെലികോപ്റ്ററിൽ പറക്കുകയായിരുന്നു. പേര് വെളിപ്പെടുത്താനാവാത്ത ഏതോ നിക്ഷേപകനെ കാണാൻ ആണ് ഞാൻ പറന്നുപോയത് എന്ന് വിശദീകരിച്ചത്. ഏതാ ഈ ഇത്ര വലിയ VIP നിക്ഷേപകൻ? പേര് പറഞ്ഞാൽ നിക്ഷേപിക്കാനുള്ള സാധ്യത കുറഞ്ഞു പോകുമെന്നുള്ളതുകൊണ്ട് പറയുന്നില്ല എന്നാണ് പറഞ്ഞത്. വേറൊരു കളവ്. യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇൻവെസ്റ്റർ കാണണമെങ്കിൽ ആ ഹെലികോപ്റ്റർ സ്ഥലമുണ്ടല്ലോ. വ്യവസായ മന്ത്രി ഇപ്പുറത്തിരുത്താം, ചീഫ് സെക്രട്ടറി കൂടി ഇരുത്താം, ഇൻഡസ്ട്രീസ് മിനിസ്റ്റർ ഇരുത്താം, IT സെക്രട്ടറി 4-5 സീറ്റ് ഉണ്ടല്ലോ. ഇപ്പോൾ ഈ ദുരൂഹതയാകെ ശക്തിപ്പെടല്ലേ. ഈ നിക്ഷേപകരൊക്കെ രഹസ്യമായി വന്ന് നിഗൂഢമായി പ്രവർത്തിക്കുന്നവരാണെന്ന് വന്നാൽ ആരെങ്കിലും ഇങ്ങോട്ട് വരുമോ? ഇപ്പൊ നിക്ഷേപക ഗ്രൂപ്പുമായിട്ടുള്ള മുഖ്യമന്ത്രിയുടെ ചർച്ച അത് നാടറിയാൻ പാടില്ലാത്ത ഒന്നാണ്. കൊച്ചിയിൽ നിന്ന് അദ്ദേഹം നെടുമ്പാശ്ശേരിയിൽ വന്നിറങ്ങി. പിന്നീട് അദ്ദേഹം പോയത് ഒരു ആശുപത്രിയിലേക്കാണ്. അത് കഴിഞ്ഞ് സ്വന്തം വീട്ടിലേക്കാണ്. ഇതിനിടയിൽ എവിടെ വെച്ച് നിക്ഷേപക ഗ്രൂപ്പുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയെന്നെങ്കിലും മുഖ്യമന്ത്രി പറയണ്ടേ? അർജുൻ മട്ടന്നൂരാണ് ചേരുന്നത്. അർജുൻ, മാധ്യമപ്രവർത്തകർ ആവർത്തിച്ചു ചോദിച്ചിട്ടും ആ നിക്ഷേപക് ഗ്രൂപ്പ് ആരാണ് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നില്ല. ഇപ്പോഴത്തെ പ്രതിപക്ഷം അതേ ചോദ്യം നിരന്തരം ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. വിനീത, തീർച്ചയായും മുഖ്യമന്ത്രി വിശദീകരിച്ചതിന് പിന്നാലെ ഈ വിഷയത്തിൽ കൂടുതൽ ദുരൂഹത ഉണ്ടായിരിക്കുകയാണ്. പ്രത്യേകിച്ച് ആദ്യഘട്ടത്തിൽ ഒരു സ്വകാര്യ യാത്രക്ക് സ്വന്തം ഭാര്യാപിതാവിനെ ആശുപത്രിയിൽ സന്ദർശിക്കാൻ വേണ്ടി പോയി എന്ന തരത്തിലാണ് വാർത്തകൾ വന്നത്. അത് അല്ല എന്ന് നിഷേധിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞതാണ് ഇപ്പോൾ കൂടുതൽ കുഴപ്പത്തിലായിരിക്കുന്നത്. അതായത് ഏത് നിക്ഷേപകനെയാണ് കണ്ടത്, എവിടെ വെച്ചാണ് കണ്ടത്, ആരൊക്കെ ഉണ്ടായിരുന്നു തുടങ്ങിയ കാര്യങ്ങൾക്കൊന്നും തന്നെ മറുപടിയില്ല. മാത്രവുമല്ല, സാധാരണ ഒരു വ്യവസായ നിക്ഷേപവുമായി ബന്ധപ്പെട്ട ആരെങ്കിലുമായി മുഖ്യമന്ത്രിമാർ കൂടിക്കാഴ്ച നടത്തുമ്പോൾ അതൊരു ഔദ്യോഗിക പരിപാടിയായി ഷെഡ്യൂൾ ചെയ്യാറുണ്ട്. മാത്രമല്ല, വ്യവസായ മന്ത്രിയോ അല്ലെങ്കിൽ വ്യവസായ വകുപ്പിലെ ഉദ്യോഗസ്ഥരെങ്കിലും ആ കൂടിക്കാഴ്ചയിൽ ഉണ്ടാകാറുണ്ട്. പക്ഷേ ഇതൊന്നും തന്നെ ഇവിടെ ഉണ്ടായിട്ടുമില്ല. മാത്രവുമല്ല, മുഖ്യമന്ത്രി ഒരു ദിവസം സുപ്രഭാതത്തിൽ ഹെലികോപ്റ്ററിൽ തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിലേക്ക് പറന്ന് അങ്ങോട്ട് പോയി കണ്ട നിക്ഷേപകരാരാണ് എന്ന ചോദ്യവും ഉയരുകയാണ്. 31-ാം തീയതിയത്തെ ഷെഡ്യൂൾ മാത്രമാണോ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പുറത്തു വരാത്തത്? 30-ാം തീയതിയും 1-ാം തീയതിയും 2-ാം തീയതിയും ഒക്കെ തന്നെ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക പരിപാടികൾ സംബന്ധിച്ച് കൃത്യമായ അറിയിപ്പ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വന്നിട്ടുണ്ട്. പക്ഷേ 31-ാം തീയതി യാതൊരു പരിപാടിയും അത്തരത്തിൽ ഷെഡ്യൂൾ ചെയ്തിരുന്നില്ല. രാവിലെ 10 മണിയോടുകൂടിയാണ് മുഖ്യമന്ത്രിയുടെ ഹെലികോപ്റ്ററിൽ ആദ്യം കൊച്ചിയിലേക്ക് വരുന്നത്. പിന്നീട് കാലാവസ്ഥ മോശമായതിനെ തുടർന്ന് മടങ്ങുന്നു. അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം വീണ്ടും വരുന്നു. അദ്ദേഹം ആലുവ കാരോത്തുകുടിയിലെ ആശുപത്രിയിലേക്ക് മാത്രമാണ് പോയത് എന്നാണ് പോലീസ് പറയുന്നത്. അതിനുശേഷം അദ്ദേഹം ദേശത്തെ വീട്ടിലേക്കാണ് പോയത്. മറ്റാരുമായും കൂടിക്കാഴ്ച നടത്തുക. നിക്ഷേപക ഗ്രൂപ്പ് ഏതാണ് എന്ന ചോദ്യം ഇപ്പോഴും മുഖ്യമന്ത്രിയുടെ മുൻപിലുണ്ട്. അദ്ദേഹം ഇതുവരെ അതിൽ വ്യക്തത വരുത്തുകയും ചെയ്തിട്ടില്ല. അതാണ് പ്രതിപക്ഷം വിമർശനമായി വരുത്തുന്നത്.